Okay. Hi Ananya, good morning. Am I audible? Audible. Okay, fine. Audible Anna. How was your vacation? Nice. Okay. So, without further delay, we'll start. Alle, already it's late time. CEREBO Indigenous Brain Tool. So, this is actually നമ്മൾ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. We'll first finish it and then we'll go to the new current affairs. Right? So, CEREBO Indigenous Brain Tool. Indigenous എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by indigenous? What is indigenous? നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അല്ലേ, വിത്തൗട്ട് എക്സ്റ്റേണൽ ഹെൽപ്പ്, വേറെ രാജ്യങ്ങളുടെ സഹായം ഇല്ലാണ്ട് ഇന്ത്യ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത സാധനമാണ് എന്ന് പറയുന്നത് അല്ലേ. സോ CEREBO is an indigenous brain tool. What is CEREBO? ICMR, okay, Indian Council of Medical Research ആണ് ICMR, in collaboration with AIIMS Bhopal, NIMHANS Bangalore and Bioscan Research. ഈ ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ പറയുന്ന ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ബ്രെയിൻ ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. They have developed CEREBO, which is an indigenous handheld diagnostic tool. Handheld diagnostic tool എന്ന് പറഞ്ഞാൽ എന്താ? You can hold it with your hand and you can diagnose. What can you diagnose? Tool that can identify traumatic brain injuries in less than a minute. Okay, യൂഷ്വലി നമ്മൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കാനിങ്ങും ഒക്കെ വേണം, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ ലെങ്തി പ്രൊസീജിയർ. യു കാൻ ഡു ഇറ്റ് ഇൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. Usually people go for an MRI scan, or there are many other sorts of checkups that people do. പക്ഷേ ഈ ഒരു ടൂൾ വെച്ച് നമുക്ക് ഹാൻഡ് ഹെൽഡ് ടൂളാണ്, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ബ്രെയിനിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ, അതായത് ബ്രെയിനിൽ എന്തെങ്കിലും ട്രോമാറ്റിക് ഇഞ്ചുറീസ് ഉണ്ട്, ഒരു ഹെഡ് ഒന്ന് വീണ് കഴിഞ്ഞ് വരുന്ന ഇഞ്ചുറീസ് ആവാം, ഓക്കെ, പല രീതിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി തല ഇടിച്ച് വന്നിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ പറയുന്ന CEREBO എന്ന് പറയുന്ന ഒരു ഇൻഡിജിനസ് ടൂൾ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ICMR ഇൻ കൊളാബറേഷൻ വിത്ത് AIIMS, NIMHANS ആൻഡ് ബയോസ്കാൻ റിസർച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് പോർട്ടബിൾ ആണ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ പോർട്ടബിൾ? യു ക്യാൻ ക്യാരി ഇറ്റ് അറൗണ്ട് എനിവെയർ. ഫൈൻ, യു ഡോണ്ട് ഹാവ്, ഇപ്പോൾ ഒരു മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പോർട്ടബിൾ ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ക്യാരി അറൗണ്ട് ചെയ്ത് കൊണ്ട് നടക്കാം. സോ ഇറ്റ് ഈസ് പോർട്ടബിൾ, ഹാൻഡ് ഹെൽഡ്. ഹാൻഡ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമ്മൾ ബ്രെയിനിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇതിൻ്റെ ഒരു കാര്യവും പോകുന്നില്ല, നോൺ ഇൻവേസീവ് ആണ്. അതായത് ബ്രെയിനിൻ്റെ പുറത്ത് മാത്രം വെച്ചാൽ നമുക്ക്, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ വെച്ചാലും നമുക്ക് കാര്യങ്ങൾ എന്താണ് ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പിടികിട്ടും. യു ഡോണ്ട് ഹാവ് ടു ബി ദ മെഷീൻ ഡസ് നോട്ട് ഹാവ് ടു ബി ഇൻവേസീവ് ടു ഡിറ്റക്ട് ദ ട്രോമാസ്. അതായത് ഇഞ്ചുറിയുടെ ട്രോമ ഡിറ്റക്ട് ചെയ്യാൻ ഉള്ളിലോട്ട് കയറേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ടൂളിന്. പുറത്തു നിന്ന് തന്നെ ഇതിന് ഈ പറയുന്ന ഇഷ്യൂസൊക്കെ ഡിറ്റക്ട് ചെയ്തെടുക്കാം. ഫൈൻ, detects abnormalities in the brain in less than a minute by combining machine learning and near infrared spectroscopy. ഇത് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ആണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് മെഷീൻ ലേണിംഗ് കേപ്പബിൾ ആയിട്ടുള്ളൊരു മെഷീനാണ്. അതായത് മെഷീൻ ലേണിംഗ് കേപ്പബിൾ ആക്കിയിട്ടുള്ളൊരു ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ പറയുന്ന CEREBO എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ് ഗിവ്സ്, മെഷീൻ ലേണിംഗ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്, നമുക്ക് വളരെ അക്യൂബി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് ആണ് അല്ലേ. ഒരുപാട് ഇൻഫർമേഷൻ ഇതിലോട്ട് ഫീഡ് ചെയ്യും ആൻഡ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നമുക്ക് പറഞ്ഞു തരാൻ ഈ ഒരു CEREBO എന്ന് പറയുന്ന ഈ ടൂളിന് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ടു ഓഫർ എ ക്വിക്ക് ഇൻഎക്സ്പെൻസീവ്, യൂഷ്വലി നമ്മൾ ഈ പറയുന്ന ബ്രെയിൻ എക്സാമിനേഷൻസ് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് വെരി ഈസി. ഈ പറയുന്ന ബ്രെയിൻ എക്സാമിനേഷൻസ് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല എല്ലാവർക്കും.
യൂഷ്വലി ഈ പറയുന്ന സ്കാനുകളും ഇപ്പം MRI പോലും ആണെങ്കിൽ പല നമ്മുടെ ഹോസ്പിറ്റൽസൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് മേടിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ഈ ഒരു സെറെബോ എന്ന് പറയുന്ന ടൂള് അത്രയും കോസ്റ്റ്ലി ആവത്തില്ല. ഇറ്റ്സ് ക്വൈറ്റ് റീസണബിൾ, ഇറ്റ്സ് ക്വൈറ്റ് ചീപ്പ് ഇൻ കമ്പാരിസൺ ടു അതർ മെത്തേഡ്സ് ഓഫ് ബ്രെയിൻ എക്സാമിനേഷൻ. ഫൈൻ. സോ ഇറ്റ് ഓഫേഴ്സ് എ വെരി ക്വിക്ക്, അത് മാത്രമല്ല ക്വിക്കായിട്ടുള്ളൊരു നമുക്ക് പെട്ടെന്ന് തന്നെ ലെസ് ദാൻ എ മിനിറ്റിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഒരു കേപ്പബിലിറ്റി ഈ പറയുന്ന ടൂളിനുണ്ട്. സോ ഇറ്റ് ഓഫേഴ്സ് ക്വിക്ക്, ഇൻഎക്സ്പെൻസീവ്, റേഡിയേഷൻ ഫ്രീ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. യൂഷ്വലി ഈ ബ്രെയിൻ എക്സാമിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ റേഡിയേഷൻ എക്സ്പോസ് ചെയ്ത്, ഇപ്പം നമ്മൾ MRI എന്ന് പറയുന്ന ഒരു കാര്യമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റേഡിയേഷൻ എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. യൂഷ്വലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ ഇവർക്കൊക്കെ ഇത് അത്രയും ഈ ഒരു എക്സ്പോഷർ അത്ര നല്ലതല്ല. പലയിടത്തും പ്രഗ്നൻറ്റ് വിമനൊക്കെ ഇത് ഗോ ത്രൂ ചെയ്യാൻ പാടില്ല, ഈ സ്കാനിങ് ഒക്കെ ഗോ ത്രൂ ചെയ്യാൻ പാടില്ല എന്നുള്ള ഇതൊക്കെയുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് പോലും ഈ ഒരു ടൂൾ വരുമ്പം ദേ ക്യാൻ ഈസിലി ആക്സസ് ഈ പറയുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഇറ്റ്സ് സേഫ്. ഇറ്റ് ഈസ് വെരി safe in comparison to other methods of brain examination. So to offer a quick, inexpensive, radiation-free diagnostic method for traumatic brain injuries, particularly in areas with restricted access to CT, MRI. Okay, ഈ MRI സ്കാൻ അല്ലെങ്കിൽ CT സ്കാൻ ഒക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പല സ്കാനുകളാണ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര റേഡിയേഷൻ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്കാനുകളാണ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇറ്റ് ഗിവ്സ് ദ ബോഡി ആൻ എക്സ്പോഷർ ടു റേഡിയേഷൻ ആൻഡ് എസ്പെഷ്യലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ ലൈക്ക് പ്രഗ്നൻറ്റ് വിമൻ ആൻഡ് ഓൾ ആർ നോട്ട് അലൗഡ് ടു ഗോ ത്രൂ CT ആൻഡ് MRI. അവർക്ക് പോലും ഈ പറയുന്ന നമ്മുടെ സെറെബോ ഇസ് സേഫ് ടു യൂസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഡിറ്റക്ട്സ് സെറെബ്രൽ edema and intracranial hemorrhage. Intracranial എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സ്കള്ളിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഹെമറേജ് ഒക്കെ ഉണ്ടെങ്കിൽ, ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ബ്ലഡ് കെട്ടി നിൽക്കുന്ന പല പ്രശ്നങ്ങളൊക്കെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ചിലപ്പം വീണതിൻ്റെയോ എന്തെങ്കിലും ഇമ്പാക്റ്റ് വന്നതിൻ്റെയോ ഒക്കെ ഒരു എഫക്റ്റ് ആവാം. സോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ പറയുന്ന മെഷീൻ യൂസ് ചെയ്യാം. സേഫ് ഫോർ എക്സ്പെക്റ്റൻറ്റ് മദേഴ്സ് ആൻഡ് ബേബീസ്. പ്രഗ്നൻറ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാൻ സേഫാണ്. ഇൻ ആംബുലൻസസ്, റൂറൽ ക്ലിനിക്സ്, ട്രോമ സെൻറ്റേഴ്സ് ആൻഡ് ക്രൈസിസ് ഏരിയാസ്, പാരാമെഡിക്സ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ ക്യാൻ യൂസ് ഇറ്റ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? നമുക്ക് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ ഫോഴ്സ് പലപ്പോഴും ഉണ്ടാവാറില്ല. ഓക്കെ, നമ്മുടെ ഡോക്ടർ ടു പേഷ്യൻറ്റ് റേഷ്യോ തന്നെ അത്യാവശ്യം നല്ല ചാലഞ്ചിങ് ആണ്. കാരണം WHO റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ പേഷ്യൻറ്റ് റേഷ്യോ ഉണ്ട്, ഒരു ഡോക്ടർക്ക് ഇത്ര പേഷ്യൻസ് എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മുടെ രാജ്യത്ത് ആ ഒരു റേഷ്യോ എപ്പോഴും നമ്മൾ കണക്കിലെടുക്കാൻ പറ്റാറില്ല. ബിക്കോസ് നമുക്ക് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിൽഡ് വർക്ക് ഫോഴ്സ്, മെഡിക്കൽ സ്കിൽഡ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരിടുന്ന ഹെൽത്ത് സെക്ടർ നേരിടുന്ന പല ചാലഞ്ചസിൽ ഒരു ചാലഞ്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ദെൻ നമുക്കൊരു സ്കിൽഡ് വർക്ക് ഫോഴ്സിൻ്റെ ആബ്സെൻസും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ അങ്ങനത്തെ ആൾക്കാർക്ക് പോലും, അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഈ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും, അതായത് അത്രയും എൻ്റെ ട്രെയിനിങ്ങും ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റൂറൽ ഏരിയാസിലേക്ക് പോവുകയാണെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഈ MRI, CT എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലുകളിൽ മാത്രം കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് അല്ലേ. ആ ഒരു ആക്സസിബിലിറ്റി റൂറൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പലപ്പോഴും കിട്ടാറില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് പോലും, റൂറൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് ഈ പറയുന്ന മെഷീൻ വെച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആൻഡ് ഇതിന് അത്ര സ്കിൽ വേണം എന്നില്ല ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ. ഫൈൻ. റിസൾട്ട്സ് ആർ കളർ കോഡഡ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഭയങ്കര റോക്കറ്റ് സയൻസിലായിട്ടൊന്നും അല്ല റിസൾട്ട്സ് വരുന്നത്, കളർ കോഡഡ് ആയിട്ടാണ് റിസൾട്ട്സ് വരുന്നത്. ആൻഡ് ആ റിസൾട്ട്സിന് അനുയോജ്യമായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, എന്താണ് ബ്രെയിനിൻ്റെ പ്രശ്നം എന്നുള്ളത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. Approved for military and emergency use after being validated through multi-center clinical investigations. അത്യാവശ്യം ഒരുപാട് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം
ഇപ്പോൾ അത് മിലിറ്ററി യൂസിനും അതുമാത്രമല്ല എമർജൻസി യൂസിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അനന്യ? കഴിഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? സെറെബോ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. സോ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ്? ഇമ്പോർട്ടൻസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റൂറൽ ഇന്ത്യയിലൊക്കെ ഒരു ഡയഗ്നോസ്റ്റിക് വോയിഡ് ഉണ്ട് അല്ലേ? ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് മെഷീൻസ്, ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എക്വിപ്ഡ് ഹോസ്പിറ്റൽസ്. ഓക്കെ, റൂറൽ ഇന്ത്യയിൽ നമ്മളിപ്പം എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലും എങ്ങോട്ടേക്കാണ് വരുന്നത്? സിറ്റിയിലോട്ടാണ് പോകുന്നത് അല്ലേ? സിറ്റിയിലുണ്ടാവും നല്ല ഹോസ്പിറ്റൽസ്, സിറ്റിയിലായിരിക്കും ഇതിൻ്റെ പ്രൊവിഷൻസ് കൂടുതൽ. ആ ഒരു റൂറൽ ഇന്ത്യയിൽ എപ്പോഴും ഒരു ഡയഗ്നോസ്റ്റിക് വോയിഡ് ഉണ്ട്. ആ ഒരു വോയിഡിനെ ഫില്ല് ചെയ്യാൻ ഇങ്ങനത്തെ മെഷീൻസിന് കേപ്പബിൾ ആണ് അല്ലേ? അതേപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് മോർട്ടാലിറ്റി ആൻഡ് ലോങ് ടേം കോൺസിക്വൻസസ് ബൈ ഫെസിലിറ്റേറ്റിംഗ് ഏർലി ഡിസ്കവറി ആൻഡ് ട്രയൽസ്. അപ്പം നമ്മൾ പലപ്പോഴും ഈ ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ അറിയാണ്ട് പോകുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. എന്നുവെച്ചാൽ വീണ് കഴിഞ്ഞിട്ടും ഉള്ളിൽ ചിലപ്പം ഈ പറയുന്നത് പോലെ ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയോ അങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഏർലി ആയിട്ട് തന്നെ ഡയഗ്നോസ് ചെയ്ത് എടുക്കാൻ, സിമ്പിളായിട്ട് തന്നെ ഡയഗ്നോസ് ചെയ്തെടുക്കാൻ ഈ ഒരു ടൂൾ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ചിലപ്പം ഭാവിയിൽ വലിയൊരു ബുദ്ധിമുട്ട് വരുന്നതിൽ നിന്ന് തടയാനും ഈ പറയുന്ന സെറെബോ എന്ന് പറയുന്ന ടൂളിന് പറ്റും അല്ലേ? ലെസൻസ് റിലയൻസ് ഓൺ എക്സ്പെൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻറ്റൻസീവ് ഇമേജിങ്, അതായത് MRI, CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ പോലത്തെ വളരെ വലിയ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ അപേക്ഷിച്ച് ഇത് ഇൻഎക്സ്പെൻസീവ് ആണ് അല്ലേ? ദെൻ പൊട്ടൻഷ്യൽ ഫോർ വൈഡ് സ്പ്രെഡ് യൂസ് ഇൻ എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ. അതിനൊരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു മെഷീനാണ് ഈ സെറെബോ എന്ന് പറയുന്നത്. നമ്മൾ ട്രോമ കെയറിലാണെങ്കിലും എമർജൻസി പർപ്പസിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനായിട്ട് ഇത് മാറും അല്ലേ? ഓക്കെ, സോ ഇസ് ദിസ് ടോപ്പിക് ക്ലിയർ? സെറെബ്രോ ക്ലിയർ ആണോ അനന്യ? Can I go ahead? Okay, ഫൈൻ. നേപ്പാൾ പ്രൊട്ടസ്റ്റ് ഇപ്പം ഇച്ചിരി ദിവസമായിട്ട് ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നേപ്പാൾ പ്രൊട്ടസ്റ്റ് എന്താണ് നേപ്പാളിൽ നടക്കുന്നത്? വാട്ട് കോസ് ദ ജെൻസി അപ്രൈസിംഗ് ദറ്റ് ക്ലെയിംഡ് 19 lives അതർ ഫ്രം ദ സോഷ്യൽ മീഡിയ ബ്രാൻഡ്. ഇവിടെ നടക്കുന്നത് എന്താണ്? അത്യാവശ്യം വളരെ ഒരു സിവിൽ നേച്ചറിലുള്ള ഒരു വയലൻസ് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താണ് കാരണം, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ക്വിക്ക്ലി നോക്കാം. ഓക്കെ, സോ വാട്ട് കോസ്റ്റ് ദ ജെൻസി അപ്രൈസിംഗ് ദറ്റ് ക്ലെയിംഡ് 19 lives അതർ ദാൻ ഫ്രം ദ സോഷ്യൽ മീഡിയ ബാൻ. അപ്പോൾ ആദ്യം ഇത് തുടങ്ങി വെച്ച ഒരു, അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് സോഷ്യൽ മീഡിയ ബാൻ നടപ്പിലാക്കി. ഓക്കെ, സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറയുമ്പം എന്തൊക്കെയാണ്? ഫേസ്ബുക്ക് വരും, വാട്സാപ്പ് വരും, ഇൻസ്റ്റാഗ്രാം, ഓക്കെ, ട്വിറ്റർ, അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് നമ്മൾ പബ്ലിക്കായിട്ട് ഒപ്പീനിയൻസ് പറയുന്ന പ്ലാറ്റ്ഫോംസ് അല്ലേ? നമ്മൾ ഫേസ്ബുക്കും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമും ഒക്കെ, ഇഫ് യു ഹാവ് നോട്ടിസ്ഡ് പ്രോബബ്ലി, or if you are somebody who uses these social media handles, you will know that people express their viewpoints on these platforms അല്ലേ? ഒരു പ്ലേസ് ഓഫ് എക്സ്പ്രഷൻ ആണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ഏത് രീതിയിലും നമുക്ക് അതിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുന്നു? ഈ സോഷ്യൽ മീഡിയാസിനെയൊക്കെ ബാൻ ചെയ്തു. അപ്പോൾ ബാൻ ചെയ്യുമ്പം ഇത് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ബാൻ ചെയ്തപ്പോൾ തന്നെ ഇത് കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ് അല്ലേ? നമ്മളിപ്പം ഇന്ത്യയിൽ പെട്ടെന്ന് ഇതൊന്ന് ബാൻ ചെയ്താൽ ഡെഫിനറ്റ്ലി മോർ ദാൻ ദ പോപ്പുലേഷൻ പോസ്റ്റ് 50 years, 50 വയസ്സിന് കൂടുതലുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ 40 വയസ്സിന് കൂടുതലുള്ള പോപ്പുലേഷനും കൂടുതൽ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് യങ്സ്റ്റേഴ്സിനാണ് അല്ലേ? യങ് പോപ്പുലേഷനാണ് ആ ഒരു ഇമ്പാക്റ്റ് ശരിക്കും മനസ്സിലാവുക. കാരണം വളരെ ആക്റ്റീവായിട്ട് ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയ ബാൻ നടപ്പിലാക്കിയതോടുകൂടി, ഓക്കെ, സോഷ്യൽ മീഡിയ ബാൻ നടപ്പിലാക്കിയതോടുകൂടി പീപ്പിൾ ആർ ഓൺ ദ സ്ട്രീറ്റ്സ്, പീപ്പിൾ ആർ വാട്ട് ആർ ദേ ഡൂയിങ്? ദേ ആർ ഒരു മൊത്തത്തിലൊരു
സിവിൽ അൺറസ്റ്റിലോട്ട് പോയിരിക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, ഈ പറയുന്ന ആൾക്കാർ പുറത്ത് വന്ന് ഇവർ എന്താ പറയുക, നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു കമ്പോഷർ തന്നെ ഇപ്പം തെറ്റിയിരിക്കുകയാണ്. വളരെയധികം വയലൻസ് അവിടെ നടക്കുന്നുണ്ട്. ദർ ആർ വീഡിയോസ് സർഫേസിങ് ഓഫ് ദം ഹിറ്റിംഗ് ദ പൊളിറ്റീഷ്യൻസ്. ഓക്കെ, ഈ പറയുന്ന പണ്ടത്തെ പ്രൈം മിനിസ്റ്റേഴ്സിനെയും പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ വൈഫ്സിനെയും അതേപോലെ തന്നെ പല മിനിസ്റ്റേഴ്സിനെയും അവർ അടിക്കുന്നതുമായിട്ടും തൊഴിക്കുന്നതായിട്ടും ഒക്കെ ഉള്ള വീഡിയോസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, സോ ഈ ജെൻ സി എന്ന് പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പാണ്? അനന്യ ജെൻ സി ആണോ? ഡു യു നോ അനന്യ ഇഫ് അനന്യ ഇസ് ജെൻ സി? അറിയോ ജെൻ സി ഏത് ഏജ് ഗ്രൂപ്പാണ് അനന്യ? ഇല്ല. ഓക്കെ, സോ ജെൻ സി ഈസ് യൂഷ്വലി 97 ശേഷം ജനിച്ചതും ആൻഡ് 2012 മുന്നേ ജനിച്ചതുമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ജെൻസി ഇപ്പം പറയുന്നത്, ജെൻസി എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ഡെഫിനറ്റ്ലി അനന്യ ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ജെൻസി. ദെൻ നോ, വെൻ വിച്ച് ഇയർ വർ യു ബോൺ ദെൻ? 2012. Okay, so you were born in the year 2012, which probably makes you Gen Z if you are 13 years old. Okay, so 13 to 28 years old നെയാണ് നമ്മൾ ജെൻ സി എന്ന് പറയുന്നത്. ആൻഡ് ആസ് ഓൺ 2025 ഈ ജെൻ സി എന്ന് പറയുന്ന വാക്ക് ഇതിൽ യൂസ് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞൊരു ഫാക്റ്റാണ്. ഓക്കെ, സോ ഈ പറയുന്ന നമ്മുടെ ജെൻ സി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് are the ones who cause the widespread unrest, especially among young. The unhappiness persists in spite of the government's decision to repeal the ban, underscoring long-standing complaints throughout the nation. അപ്പം ഇവിടെ പ്രശ്നം സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ബാൻ ഒരു ചെറിയൊരു എന്താ പറയുക ഫാക്ടറായി ഫോർ ദ അൺറെസ്റ്റ് ടു ഹാപ്പൻ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ നേപ്പാളിൽ അഡ്രസ്സ് ചെയ്യാത്ത ഒരുപാട് ഇഷ്യൂസ് ഇപ്പോഴും നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് കറപ്ഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്, ഒരു അലിഗേഷൻസ് ഉണ്ട്. all of these have surfaced together. സോ ഇപ്പോഴും അവർ സോഷ്യൽ മീഡിയ ബാൻ ലിഫ്റ്റ് ചെയ്യാമെന്ന് നേപ്പാൾ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞിട്ടും അവിടുത്തെ പോപ്പുലേഷൻ ഒട്ടും അടങ്ങുന്നില്ല. അതെന്തുകൊണ്ടാണ് അടങ്ങാത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ നേപ്പാളിലുള്ള പ്രശ്നം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ സോഷ്യൽ മീഡിയ ബാൻ. ദർ ഇസ് സംതിങ് ദാറ്റ് എന്താ പറയുക, ഇതിൽ ഒതുങ്ങാത്ത പ്രശ്നങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബാൻ ഇതിലൊതുങ്ങാത്ത, അതായത് നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ ബാനിൽ മാത്രം ഒതുങ്ങാണ്ട് ദർ ആർ മെനി അതർ ഇഷ്യൂസ് ലൈക്ക് കറപ്ഷൻ ആൻഡ് ഓൾ ദാറ്റ് ആർ യെറ്റ് ടു ബി അഡ്രസ്ഡ് ബൈ ദ ഗവൺമെൻറ്. സോ ഫസ്റ്റ് ലെറ്റ് ദം ഡു ദാറ്റ് ആൻഡ് ദെൻ നമ്മൾ ഈ അൺറസ്റ്റ് കുറയ്ക്കാമെന്നുള്ളതായിരിക്കും ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് ചിന്തിക്കുന്നത്. ഓൾറൈറ്റ്, സോ വേർ എക്സാക്ട്ലി ഈസ് നേപ്പാൾ? നമുക്ക് എവിടെയാണ് നേപ്പാൾ കിടക്കുന്നത്? മേളിലാണോ, ഈസ്റ്റാണോ, വെസ്റ്റാണോ, എവിടെയാ? ഏത് ഭാഗത്തായിട്ടാ നേപ്പാൾ കിടക്കുന്നത്? നോർത്തിലാണോ, ഈസ്റ്റിലാണോ, വെസ്റ്റിലാണോ? ഈസ്റ്റാണോ? നമ്മുടെ നോർത്ത് സൈഡിലല്ലേ അല്ലേ? ഉത്തരാഖണ്ഡ്, നോർത്ത് ഈസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് ഇതിനൊക്കെ ബോർഡർ ചെയ്തല്ലേ നേപ്പാൾ കിടക്കുന്നത്. സിക്കിം വരെ ഉണ്ട് അല്ലേ? അപ്പം പറയാം നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ഇച്ചിരി ഭാഗം വരെ ഉണ്ട്. ബട്ട് മേജർലി നമ്മൾ പറയുകയാണെങ്കിൽ നോർത്തിൽ കിടക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മൾ നേപ്പാളിനെ പറയുന്നത് അല്ലേ? നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് എന്ന് പറയാം. ബാംഗ്ലാദേശ് നമുക്ക് ഈസ്റ്റാണ് അല്ലേ? ഭൂട്ടാൻ ഒരു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ കിടക്കുന്ന രാജ്യമാണ്. സോ യു ക്യാൻ പ്രോബബ്ലി സേ ദാറ്റ്. പക്ഷേ നേപ്പാളിൻ്റെ കേസിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് നോർത്ത്, കംപ്ലീറ്റ്ലി നോർത്ത് തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ നേപ്പാൾ എന്ന് പറയുന്നത് ഇന്ത്യ ആയിട്ട് അത്യാവശ്യം ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, ആൻഡ് നമ്മളുമായിട്ട് വളരെ ഷെയർഡ് ഹിസ്റ്ററി ഉള്ള രാജ്യമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ആൾക്കാർ, ഇന്ത്യൻസ് ഒരുപാട് പേര് നേപ്പാളിൽ താമസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേപ്പാളീസ് ഒരുപാട് പേര് ഇന്ത്യയിലും താമസിക്കുന്നുണ്ട്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് ഷെയർഡ് കൾച്ചർ. സിൻസ് വി ഹാവ് ഷെയർഡ് ബോർഡേഴ്സ്, വി ഓൾസോ ഹാവ് എ ഷെയർഡ് കൾച്ചർ. ഒരുപാട് ഹിസ്റ്റോറിക്കൽ കണക്ഷൻസ് ഉണ്ട്. ദാറ്റ് വിൽ ലുക്ക് ഇൻ ടു ഇന്ത്യ നേപ്പാൾ
relations in after a few slides. Okay, so ഇപ്പം basically causes of protest ഇവരെന്താ ചെയ്തിരിക്കുന്നത് 26 social media sites including Facebook, YouTube, Instagram and WhatsApp were banned for violating government rules. ഓക്കെ, ഗവൺമെൻറ് റൂൾസ് തെറ്റിച്ചു എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഹാൻഡിൽസ് ഒക്കെ ഇവർ ബാൻ ചെയ്യുന്നു. ഇത് മെയിനായിട്ട് ഇവർ ചെയ്തത് സൈബർ ക്രൈം ഒഴിവാക്കാനും അതേപോലെ തന്നെ മിസ്ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഒഴിവാക്കാനും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ന്യായീകരണം. ഓക്കെ, ഞങ്ങൾ ഈ മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തെറ്റായ ഇൻഫർമേഷൻ ഈ സോഷ്യൽ മീഡിയ കൂടി പാസ് ചെയ്യാറുണ്ട്, അത് നടപ്പിലാക്കാണ്ടിരിക്കാൻ വേണ്ടി. Some services such as TikTok reached agreements to prevent suspension after non-compliance resulted in bans. അപ്പോൾ ടിക്ടോക്ക് പോലത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ അവർ പറഞ്ഞു, ശരി ഞങ്ങൾ ഗവൺമെൻറ് എന്താ പറയുന്നത് അതനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താം, സോ ദാറ്റ് ഞങ്ങൾക്ക് ബാൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി, ടിക്ടോക്കിന് ബാൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ തയ്യാറായി. പക്ഷേ ഇതൊക്കെ മാറ്റി വയ്ക്കുകയും ഇതിനൊക്കെ പുറമെ നമ്മൾ നോക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു അവകാശമാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അതിനെ എന്താ പറയുക, സപ്രസ് ചെയ്യാനാണ് മെയിനായിട്ട് നമ്മുടെ ഈ പറയുന്ന ഒരു ഇഷ്യൂ ഇപ്പോൾ ഗവൺമെൻറ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഫൈൻ. സോ പ്രൈം മിനിസ്റ്റർ കെ പി ശർമ്മ ഓലി, പ്രൈം മിനിസ്റ്റർ കെ പി ശർമ്മ ഓലി ആയിരുന്നു. ഇപ്പം അദ്ദേഹം ഹീസ് ഔട്ട് ഓഫ് ദ scene because he's submitted his resignation, fine, because of all these issues. So ഇതൊക്കെയാണ് ഇവിടെ നേപ്പാളിൽ നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു തുടക്കക്കാർ എന്ന് പറയുന്നത് ഈ സുഡാൻ ഗുറുങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, ഹി വാസ് ആക്ച്വലി DJ അങ്ങനെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. ബട്ട് ആഫ്റ്റർ ദി എർത്ത് ക്വേക്ക്, നേപ്പാൾ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എർത്ത് ക്വേക്ക് 2015 ഓക്കെ, വേർ 8,000 people, 8,000 to 9,000 people lost their life. So at that point of time, people used social media to എന്താ പറയുക, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാനും ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ സമയത്ത് എല്ലാ എഫേർട്സും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തു ഇവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൈകാര്യം ചെയ്യാം, ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അവർ ആക്ച്വലി ഈ പറയുന്ന ഡിസാസ്റ്റർ നടന്ന സമയത്ത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഈ സുഡാൻ ഗുറുങ് എന്ന് പറയുന്ന വ്യക്തി ഒരു NGO തുടങ്ങുകയാണ്. ഓക്കെ, ഈ പറയുന്ന NGOൻ്റെ പേര് ഈസ് ഹാമി നേപ്പാൾ. ഓക്കെ, ഹാമി നേപ്പാൾ എന്നാണ് ഈ NGOൻ്റെ പേര്. സോ ദിസ് മാൻ who is heading the Hami Nepal, he's been using this social media handle and the group, NGO group, for instigating into the youth the feeling of എന്താ പറയുക, നമ്മൾ ആ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് എന്തൊക്കെ നമുക്ക് ഉപകാരങ്ങൾ ചെയ്യാം ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡായിരുന്നു ഈ പറയുന്ന സുഡാൻ ഗുറുങ് എന്ന് പറയുന്ന വ്യക്തി. സോ വെൻ ദി സോഷ്യൽ മീഡിയ ബാൻ പ്രഖ്യാപിച്ചപ്പം, നേപ്പാൾ ഗവൺമെൻറ് സോഷ്യൽ മീഡിയ ബാൻ പ്രഖ്യാപിച്ചപ്പം വൺ ഓഫ് ദ മെയിൻ പീപ്പിൾ ഹു ഇൻസ്റ്റിഗേറ്റഡ് ദി സിവിൽ അൺറെസ്റ്റ് ഈസ് ദിസ് പർട്ടിക്കുലർ ഹാമി നേപ്പാൾ എന്ന് പറയുന്ന NGO. ഓക്കെ, സോ ദാറ്റ് ഹീസ് പ്ലേഡ് എ ബിഗ് റോൾ. ദി സുഡാൻ ഗുറുങ്ങിൻ്റെ NGO ആയിട്ടുള്ള ഹാമി നേപ്പാൾ ഹാസ് പ്ലേഡ് എ ബിഗ് റോൾ ഇൻ ദിസ് പർട്ടിക്കുലർ സിവിൽ അൺറെസ്റ്റ്. ഫൈൻ. സോ എന്താണ് സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഈ സിവിൽ അൺറെസ്റ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ദ സോഷ്യൽ മീഡിയ ബാൻ, ബട്ട് ദർ ആർ ലോട്ട് ഓഫ് കറപ്ഷൻ ചാർജസ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊരു സ്ഥായി ആയിട്ടുള്ള ഒരു പൊസിഷനില്ല. ദേ കീപ് സ്വിച്ചിങ് ദിയർ പൊസിഷൻസ് ഓൾ ദ ടൈം. അപ്പോൾ ഇങ്ങനെ പൊസിഷൻസ് സ്വിച്ച് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഗവർണൻസ് നല്ല രീതിയിൽ നടക്കുമോ? ഇല്ല, അല്ലേ? സോ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, മെനി ഓഫ് ഹൂം ഹാവ് ബീൻ അക്യൂസ്ഡ് ഓഫ് കറപ്ഷൻ ആൻഡ് റെഗുലർലി സ്വിച്ച് പൊസിഷൻസ് ഹാവ് ആങ്കേർഡ് ദ യൂത്ത്. അതേപോലെ തന്നെ ആക്ച്വലി നേപ്പാൾ എന്ന് പറയുന്നത് ഒരുപാട് റെമിറ്റൻസസ് കിട്ടുന്ന ഒരു രാജ്യമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. റെമിറ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നേപ്പാളിലുള്ള ആൾക്കാർ പുറത്തു പോയി ജോലി ചെയ്ത് നേപ്പാളിലോട്ട് കാശ് അയച്ചു കൊടുക്കുന്നത്. ഇപ്പം നേപ്പാളീസ് ആയിട്ടുള്ള നേപ്പാളീസ് ഹൗസ് ഹോൾഡിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ആരായിക്കോട്ടെ, ദേ ഗോ ഔട്ട്സൈഡ് the country,
they work outside the country and then they send money back to their houses. അതാണ് റെമിറ്റൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ റെമിറ്റൻസസ് ആണ് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇൻകം എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഹൗ നമുക്ക് കേരളത്തിൽ ഒരുപാട് റെമിറ്റൻസസ് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. കാരണം നമ്മുടെ ഭൂരിഭാഗം ഒരു നല്ല amount of population resides outside Kerala. Okay, it can be other parts of India, it can be other parts of the world. Example, the Saudi Arabia, UAE, ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാവാം, യു എസ് സിന്ന് കാശ് അയച്ചു തരുന്ന ആൾക്കാരാവാം. ഇതൊക്കെ റെമിറ്റൻസിൻ്റെ ഭാഗമായിട്ട് കൂട്ടും. ഓക്കെ, സോ ഈ റെമിറ്റൻസസിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എംപ്ലോയ്മെൻറ്റ് എപ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നത് പുറത്തോട്ട്, അല്ലേ? സോ അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അധികം അഡ്രസ്സ് ചെയ്യാത്തൊരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ് വെൻ ദർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്? വെൻ ദർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് ദർ ഈസ് ഗോയിങ് ടു ബി ഫ്രസ്ട്രേഷൻ അമംഗ്സ്റ്റ് പീപ്പിൾ. ഇപ്പം ഫോർമൽ ജോബ്സിനേലും ഇവിടെ കൂടുതൽ കണ്ടുവരുന്നത് ഇൻഫോർമൽ ജോബ്സ് ആണ്. ഫോർമൽ ജോബ്സ് എന്ന് പറയുമ്പോൾ എന്താ, വൈറ്റ് കോളർ ജോബ്സ് ഫോർമൽ ജോബ്സ് ആണ്, അല്ലെങ്കിൽ ലേബർ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ജോബ്സ് ഫോർമൽ ജോബ്സ് ആണ്. ഇൻഫോർമൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെയിലി വേജിന് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ, ഇങ്ങനത്തതൊക്കെ നമ്മൾ ഇൻഫോർമൽ, അവർക്ക് ഒരു ലേബർ പ്രൊട്ടക്ഷൻ ഇല്ല. ഇപ്പം മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഷൻ സ്കീംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻഫോർമൽ സെക്ടറിനില്ല. ഇതൊക്കെ ഫോർമൽ സെക്ടറിന് മാത്രമുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്ന മെറ്റേണിറ്റി ലീവ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പെൻഷൻ സ്കീം എന്നൊക്കെ പറയുന്നത്, അല്ലേ? സോ കൂടുതലും എല്ലാ രാജ്യങ്ങളും, ഡെവലപ്ഡ് രാജ്യങ്ങൾ എപ്പോഴും നോക്കുന്നത് ഫോർമൽ സെക്ടറിലുള്ള എംപ്ലോയ്മെൻറ്റ് കൂട്ടുക എന്നുള്ളതാണ്. കാരണം അവരുടെ ലേബർ ഫോഴ്സ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. പക്ഷേ ഈ പറയുന്ന രാജ്യത്തിൻ്റെ കേസിൽ 82% ഓഫ് ദ പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഫോർമൽ സെക്ടർ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ഇൻഫോർമൽ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു ഫ്രസ്ട്രേഷന്, ഇറ്റ് ഈസ് മേക്കിംഗ് വേ ഫോർ എ ഹ്യൂജ് ഫ്രസ്ട്രേഷൻ അമംഗ്സ്റ്റ് ദ പോപ്പുലേഷൻ ഓഫ് നേപ്പാൾ, അല്ലേ? ആൻഡ് ദ പ്രോബ്ലം ഹാസ് ബീൻ മെയ്ഡ് വേഴ്സ് ബൈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ എ സ്മോൾ നമ്പർ ഓഫ് ലീഡേഴ്സ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ആൻഡ് മെനി എ ടൈംസ് ഇറ്റ് ലുക്സ് വെരി ഡിക്റ്റേറ്റർഷിപ്പ് ലൈക്ക്. ഭയങ്കര എന്താ പറയുക, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിസിൽ റൺ ചെയ്യുന്ന ഒരു രാജ്യമായിരിക്കെ അങ്ങനെ നടക്കാൻ പാടില്ലാത്തതാണ്. നേപ്പാളിനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, വെരി റീസെൻ്റ്ലി അഡോപ്റ്റഡ് ആണെങ്കിലും ദേ ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ, ദേ വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ. സോ അങ്ങനത്തെ ഒരു കൺട്രി ആകുമ്പോൾ ദേ ഷുഡ് എന്താ പറയുക, ഗവർണൻസ് ഇച്ചിരിയും കൂടി ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി, ദ കൺട്രോൾ ഷുഡ് നോട്ട് ബി വെസ്റ്റഡ് ഇൻ എ വെരി സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് നേപ്പാൾ ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. സോ മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ദർ ഇസ് കറപ്ഷൻ, ദർ ഇസ് അൺഎംപ്ലോയ്മെൻറ്റ്, ദർ ഇസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പം ഇതൊക്കെ കാരണം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. സോഷ്യൽ മീഡിയ ബാൻ അന്ന് ജസ്റ്റ് ഒരു തുടക്കം കുറിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് യഥാർത്ഥ പ്രശ്നം സോഷ്യൽ മീഡിയ ബാൻ മാത്രമല്ല, there are also other issues that are plaguing this particular country. Fine. Corruption allegations. The majority of Nepal's top officials, including prime ministers past and present, are accused of corruption. These include fraudulent acts involving refugee status, unlawful commissions, exploitation of public land. അപ്പോൾ ഇതൊക്കെ corruption allegations ആണ് ഇവർക്കെതിരെ. അപ്പം ഇമ്പാക്ട് ആൻഡ് റിയാക്ഷൻസ് എന്തൊക്കെയാണ്? ജെൻസി വാസ് പ്രൈമർലി ഇൻ ചാർജ് ഓഫ് ദ ഡെമോൺസ്ട്രേഷൻസ് ആൻഡ് യൂത്ത് ഗ്രൂപ്പ്സ് ആൻഡ് സ്കൂൾസ് ഓർഗനൈസ്ഡ് സെപ്പറേറ്റ്ലി ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പം പ്രധാനമായിട്ട് യൂത്താണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. ഹാമി നേപ്പാൾ, ഞാൻ പറഞ്ഞു ഹാമി നേപ്പാൾ എന്ന് പറയുന്നത് ഒരു NGO ആണ്. സുഡാൻ ഗുറുങ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർട്ട് ചെയ്ത NGO ആണ് ഹാമി നേപ്പാൾ. പ്രധാനമായിട്ട് ഈ പറയുന്ന ഗ്രൂപ്പ് NGO വർക്ക് ചെയ്തിരുന്നത് ഡിസാസ്റ്റർ റിലീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വളരെ ഭയങ്കര ഡയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ സോഷ്യൽ മീഡിയ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു NGO ആണ് ഈ ഹാമി നേപ്പാൾ എന്ന് പറയുന്നത്. അതാണ് അവരുടെ മെയിൻ ഫോക്കസ്. So Hami Nepal and other groups have played a crucial role in protest planning, pointing to a lack of opportunities and corruption in the government as major problems.
The situation in Nepal is a reflection of the wider socio-political issues that the country's youth is ഫേസിങ്. അതായത് ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഇതൊക്കെ അവർ ആ കൺട്രിയുടെ യൂത്ത് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദേ വോണ്ട് കറപ്ഷൻ ഫ്രീ ഗവർണൻസ് ആസ് വെൽ. ഓക്കെ, സോ ഇനി നമുക്ക് ഇന്ത്യ നേപ്പാൾ റിലേഷൻസിനെ കുറിച്ച് പറയാം. ഇന്ത്യയും നേപ്പാളും തമ്മിലൊരു വളരെ വലിയൊരു ഷെയർഡ് കൾച്ചറൽ പാസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ തമ്മിൽ ഈ പറയുന്ന റീജിയൻ, നേപ്പാൾ റീജിയൻ അല്ല, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലീജിയൻ വാസ് ബോൺ. വിച്ച് വാസ് ദിസ് റിലീജിയൻ? ഡു യു നോ, അനന്യ? എനി ഐഡിയ വാട്ട് ദാറ്റ് റിലീജിയൻ ഇസ്? ബുദ്ധിസം, റൈറ്റ്? ലുംബിനിയിലാണല്ലേ ശ്രീബുദ്ധൻ ജനിച്ചത്. സോ ദിസ് പ്ലേസ് ഈസ് ഇൻ Nepal, and there are many other places that are very significant to Buddhism in Nepal. So India and Nepal has a very, എന്താ പറയുക, നമ്മൾക്ക് വളരെ ഷെയർഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി, കൾച്ചറൽ ഹിസ്റ്ററി ആയിക്കൊള്ളട്ടെ, എക്കണോമിക് ഹിസ്റ്ററി ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ വളരെയധികം കൂടുതലുള്ള ഒരു ക്രോസ് ബോർഡർ നേഷനാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ റിസോഴ്സസ്? നമ്മളിപ്പം നോർത്തിൽ കണ്ടുവരുന്ന മൗണ്ടൻ റേഞ്ചസ് ഏതാണ്? വിച്ച് ഈസ് എ മൗണ്ടൻ റേഞ്ച് ഇൻ നോർത്ത് ഇന്ത്യ? നേപ്പാൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ആ ഒരു സ്ട്രെച്ചിൽ കിടക്കുന്ന മൗണ്ടൻ റേഞ്ചസ് ഏതാണ്? അനന്യ, ഹിമാലയാസ്, റൈറ്റ്? സോ ഹിമാലയാസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നേപ്പാളുമായിട്ടാണ്. നമ്മുടെ ഈ പറയുന്ന മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. നേപ്പാളിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താ പറയുക, റിലീജിയസ് വൈസ് നമ്മുടെ കൈലാഷ് പർവ്വത് മുതൽ മാൻസരോവർ ലേക്ക്, ഇതെല്ലാം നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്നത് നേപ്പാളുമായിട്ടാണ്. സോ നേപ്പാൾ എന്ന് പറയുന്നത് നമുക്ക് റിലീജിയസ്ലി, കൾച്ചറലി ഒക്കെ നമുക്ക്, അത് മാത്രമല്ല വി ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ, cross border people who reside in these areas and who are part of, as much part of the Indian culture as they are part of the Nepalese culture, right? We try out a lot of Nepalese food as well. Cultural exchange എന്ന് പറയുമ്പോൾ ഭക്ഷണവും അതിൽ വരും അല്ലേ? അതേപോലെ തന്നെ ഗൂർഖകൾ എന്ന് നമ്മൾ കേൾക്കുക, ഗോർഖാസ്, യൂഷ്വലി ദേ ആർ ഹിൽ ഏരിയാസിൽ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ആർ ഫൗണ്ട് ഓൺ ബോത്ത് ദ സൈഡ്സ്. നമ്മുടെ ഡാർജിലിംഗ് ആ ഒരു ഏരിയയിൽ, വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് ഏരിയയിൽ നമ്മൾക്ക് ഗോർഖാസിനെ കാണാം. അതേപോലെ തന്നെ നേപ്പാൾ ബോർഡറിനപ്പുറത്തും നമുക്ക് ഗോർഖാസ് ഉണ്ട്. സോ ദീസ് ഗോർഖാസ്, ഓർ യുനോ ഇൻ കേരള ദേ ആർ മോസ്റ്റ് ഓഫ് ദ ടൈംസ് പ്രൊനൗൺസ്ഡ് ആസ് ഗൂർഖാസ്. യൂഷ്വലി നമ്മൾ വളരെ അലേർട്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഗൂർഖാസ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ എപ്പോഴും വാച്ച്മാൻസ് ആയിട്ട് നിൽക്കുന്നത് ഗൂർഖാസ് ആണ്. സോ when a Gurkha comes, it means that he'll take excellent care of that surroundings by keeping a watch on who is passing by. If there's any robber that's coming, he'll quickly jump into action. അപ്പോൾ നമുക്ക് even in Malayalam there is a movie also, Gandhinagar 2nd Street എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, വേർ ദിസ് പർട്ടിക്കുലർ ഗൂർഖയെ കുറിച്ചൊക്കെ പറയുന്ന സിനിമകൾ വരെയുണ്ട്, പണ്ടത്തെ സിനിമകൾ. അപ്പം ഈ ഗൂർഖ എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആക്ച്വലി ഇറ്റ് ഇസ് പ്രൊനൗൺസ്ഡ് ഗൂർഖാസ്. ഓക്കെ, സോ ഗൂർഖാസ് ഓൾസോ ആർ എ ഷെയർഡ് ഹിസ്റ്ററി. നമ്മളും അവരും നേപ്പാളും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ഗൂർഖാസ് എന്നൊക്കെ. ഇപ്പോഴും നമ്മുടെ ആർമി റെജിമെൻറ്റ്സിൽ ഗൂർഖാസിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട് നമ്മുടെ ആർമിയിലോട്ട്. അതും ഈ പറയുന്ന നേപ്പാൾ ഇന്ത്യ ബോർഡറിങ് ഏരിയാസ് എന്നൊക്കെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് ടൈസ് നമുക്ക് ഈ പറയുന്ന രാജ്യമായിട്ടുണ്ട്, നേപ്പാളുമായിട്ടുണ്ട്. സോ നമ്മുടെ ഈ പറയുന്ന നേപ്പാളിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് പുറത്തുള്ള രാജ്യം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഫോറിൻ ഡയറക്റ്റ്, ഇപ്പം നമുക്ക് ഇൻഡെപ്ത് കോൺസെപ്റ്റിലോട്ട് പോകണ്ട. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുള്ളൊരു രാജ്യം, ഇപ്പോൾ ഇന്ത്യയിൽ USA വന്ന് എന്തെങ്കിലും മെഷീൻസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി നടത്തിക്കൊണ്ട് പോകാനും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയും.
ഓക്കെ, സോ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നേപ്പാളിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യ വിത്ത് ഈസ് ദ ഹയസ്റ്റ്, ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നേപ്പാളിൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 32% ഓഫ് all the foreign direct investments in Nepal is done by India. And നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് നേപ്പാളിൻ്റെ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേപ്പാൾ ഈസ് ദ 11th ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ. ഓക്കെ, സോ വൈസ് വേഴ്സ നമ്മൾ നോക്കുകയാണെങ്കിൽ നേപ്പാളിൻ്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ നേപ്പാളല്ല, 11th ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ആൻഡ് ഇസ് ദ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓവറോൾ. അത് മാത്രമല്ല നമ്മളിപ്പം നേപ്പാളുമായിട്ട് ഉള്ള റിലേഷൻസ് എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എന്താ പറയുക, നമ്മൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻസ് മാത്രമല്ല, അവിടെ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ഇടപെടാറുണ്ട്, നമ്മൾ അവരെ സഹായിക്കാൻ ആൾക്കാരെ അയക്കാറുണ്ട്. ഓക്കെ, ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമിനെ അയക്കാറുണ്ട്. വെൻ എർത്ത്ക്വേക്സ് ഹാപ്പൻ, നേപ്പാളിൽ എർത്ത്ക്വേക്സ് നടന്ന സമയത്താണെങ്കിലും വേറെ എന്ത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണെങ്കിലും നമുക്ക് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറയുന്ന പോളിസി ഉള്ള ഒരു രാജ്യമാണ് അല്ലേ. സോ നമ്മൾ ആ ഒരു കാര്യത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വി യൂഷ്വലി ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ഇൻ ടു ദ പിക്ചർ. ഓക്കെ, സംടൈംസ് വി ഗെറ്റ് ഇൻ ടു ദ പിക്ചർ ലിറ്റിൽ മോർ ദാൻ വാട്ട് വി ഷുഡ് ആക്ച്വലി ഗെറ്റ് ഇൻ. നമ്മൾ ചില സമയത്ത് ആ ഒരു ബൗണ്ടറി ചെറുതായിട്ടൊന്ന് നമ്മൾ ക്രോസ് ചെയ്ത് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്, എസ്പെഷ്യലി പൊളിറ്റിക്കൽ മാറ്റേഴ്സിൽ. അപ്പോഴാണ് നേപ്പാളിന് അത് ഇഷ്ടമില്ലാണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് വന്നത്. നമ്മൾ അനാവശ്യമായിട്ട് ഒരു ആളുടെ ലൈഫിൽ കയറി ഇടപെടുമ്പം അവർക്ക് ചിലപ്പോൾ തോന്നില്ലേ എന്തിനാ ഇത്രയും ഇടപെടേണ്ട കാര്യം എന്ന്. അതുപോലെ നേപ്പാളിന് ഒരിടക്കാലത്ത് തോന്നാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഫീൽസ് ലൈക്ക് എ ബിഗ് ബ്രദർ ടു നേപ്പാൾ. ഓക്കെ, അപ്പോൾ ലിറ്റിൽ ബ്രദറിന് എന്ത് സംഭവിച്ചാലും ഇന്ത്യ പിക്ചറിലോട്ട് വന്നിട്ട് ബിഗ് ബ്രദർ പിക്ചറിലോട്ട് വന്ന് നേപ്പാളിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും. പക്ഷെ നേപ്പാളിന് അതിൻ്റെ ആവശ്യമില്ല, നേപ്പാൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലേ. സോ ദിസ് ഈസ് ഹൗ ഇന്ത്യ ഹാസ് ഓൾവേസ് ഡെൽറ്റ് വിത്ത് നേപ്പാൾ, ടേക്കൻ കെയർ ഓഫ് നേപ്പാൾ ഓൾ ദ ടൈം. ഫൈൻ. സോ നമുക്ക് ക്രോസ് ബോർഡർ ആയിട്ടുള്ള ഒരുപാട് ഡിസാസ്റ്റർ റിലീഫ് എയ്ഡും ട്രെയിനിങ്ങും, ആൾക്കാർക്കുള്ള ട്രെയിനിങ്, ടീച്ചർ ട്രെയിനിങ്, അതേപോലെ എന്തെങ്കിലും എക്വിപ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ മിലിറ്ററി എക്സസൈസസ് എന്താണെന്നൊക്കെ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. നേപ്പാളുമായിട്ട് നമുക്ക് മിലിറ്ററി എക്സസൈസസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് സൂര്യകിരൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നേപ്പാൾ ആർമീനെ മോഡേണൈസ് ചെയ്യാനും ഇന്ത്യ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, The Indian Army recruits several of its Gorkha battalions from Nepal's hill districts. അതാ പറഞ്ഞ ഗോർഖാസിനെ ഒരുപാട് ഈ പറയുന്ന ഹിൽ ഡിസ്ട്രിക്ട്സിൽ നിന്ന് നമ്മൾ റിക്രൂട്ട് ചെയ്യാറുണ്ട് ടു ഇന്ത്യൻ ആർമി ആസ് വെൽ. ബൈ ഇംപ്രൂവിങ് റോഡ്സ് ഇൻ ദ തെറായ് റീജിയൻ. ഇപ്പം ഇന്ത്യയും നേപ്പാളും ഷെയർ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ ഹിമാലയാസിൽ നിന്ന് ഒഴുകി വരുന്ന ഒരുപാട് റിവേഴ്സ് ഉണ്ട് അല്ലേ. ഒരുപാട് റിവേഴ്സ് ദാറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ഹിമാലയാസ് ദാറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് ബോത്ത് നേപ്പാൾ ആൻഡ് ഇന്ത്യ. നേപ്പാളിൽ തുടങ്ങി ഇന്ത്യയിലോട്ട് കയറി വരുന്ന ഒരുപാട് റിവേഴ്സ്, ഹിമാലയൻ റിവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഉള്ളൊരു സെക്ഷനാണ് ഈ തെറായ് റീജിയൻ എന്ന് പറയുന്നത്. യു സീൻ തെറായ് റീജിയൻ മൾട്ടിപ്പിൾ ടൈംസ് ബിഫോർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ റീജിയൻ അല്ലേ, വേർ ഈ പറയുന്ന റിവേഴ്സ് ഒക്കെ ഇവർ കൊണ്ടുവരുന്ന സിൽറ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന റീജിയനാണ് ഈ തെറായ് റീജിയൻ എന്ന് പറയുന്നത്. വളരെയധികം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളാണ് തെറായ് റീജിയൻസ് ബിക്കോസ് ഓഫ് ദ ഫെർട്ടൈൽ സോയിൽ. ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കാരണം തന്നെ ഈ ഏരിയാസിൻ്റെ പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ്. സോ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ടേക്കൻ പാർട്ട് ഇൻ ബിൽഡിംഗ് ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇംപ്രൂവിങ് ദ റോഡ്സ്. അതേപോലെ തന്നെ റെയിൽ കണക്ഷൻസ് ബോർഡേഴ്സിൻ്റെ അക്രോസ് പണിത് കൊടുക്കാനും ഒക്കെ ഇന്ത്യ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെക്ക് പോസ്റ്റുകൾ ഒക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അതായത് നേപ്പാളിനും ഇന്ത്യക്കും സൗകര്യപ്പെടുന്ന രീതിയിലുള്ള ചെക്ക് പോസ്റ്റ് ബോർഡർ പോയിന്റ്സിൽ അത് ഉണ്ടാക്കാൻ അറ്റ് പല പ്ലേസസ് ലൈക്ക് ബിർഗുഞ്ച്, ബിരത്നഗർ, ബൈറാഹ്വ, നേപ്പാൾഗഞ്ച് പ്ലേസസ് അറിഞ്ഞിരിക്കേണ്ട. യു ജസ്റ്റ് നീഡ് ടു നോ ദാറ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ആൻഡ് നേപ്പാൾ ടുഗെദർ എന്നുള്ളതാണ് നമ്മളിപ്പം നോക്കുന്നത്. അതേപോലെ തന്നെ ന്യൂമറസ് ഇനീഷ്യേറ്റീവ്സ് ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി, അഗ്രികൾച്ചർ ആൻഡ് ഹെൽത്ത്. നമ്മുടെ UPI പേയ്മെൻറ്റ്
അത് നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്ത്യ ഹാസ് ഹെൽപ്ഡ് നേപ്പാൾ അഡോപ്റ്റ് ഇറ്റ്. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിലാണെങ്കിലും ഹെൽത്ത് സെക്ടറിലാണെങ്കിലും ഒരുപാട് ഇന്നോവേഷൻസ് ഇന്ത്യയും ഈ പറയുന്ന രാജ്യത്ത് ഇനീഷ്യേറ്റീവ്സ് നടത്തിയിട്ടുണ്ട്. The entire amount of financial aid allocated under the Aid to Nepal budget for financial year 2022-23 was rupees 6.8 billion. അപ്പോൾ നമ്മൾ ഈ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നേപ്പാളിന് എയ്ഡ് കൊടുത്തിട്ടുള്ള amount മാത്രമാണ് ഈ പറയുന്ന 6.8 billion എന്ന് പറയുന്നത്. ഓക്കെ, India was the first nation to respond to the 2015 Nepal earthquake by sending troops from the National Disaster Response Force and specialized planes carrying rescue and relief supplies. അപ്പോൾ നമ്മൾ അവിടെ ഒരു ദുരിതം ഉണ്ടായ സമയത്ത് ഇന്ത്യ വാസ് വൺ അമംഗ് ദ ഫസ്റ്റ് ഇൻ ലൈൻ ടു ഹെൽപ്പ് നേപ്പാൾ. പെട്ടെന്ന് തന്നെ നേപ്പാളിന് വേണ്ട കാര്യങ്ങളും അവിടെ വേണ്ട ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സിനെ അയക്കാനും ഒക്കെ ഓടി എത്തിയത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് വേറെ കുറേ പ്രോജക്ട്സ് ഉണ്ട് നേപ്പാളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോജക്ട്സ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഹൈഡ്രോ പവർ, രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് നദികൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രോ പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതേപോലെ തന്നെ ഫ്ലഡ് കൺട്രോൾ, ഈ നദികൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഫ്ലഡ് കൺട്രോൾ വരും, വാട്ടർ റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റ് വരും. ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അരുൺ റിവർ എന്ന് പറയുന്ന റിവറാണ്, കോസി നദി എന്ന് പറയുന്ന ഗംഗയുടെ തന്നെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ടുള്ള നദിയാണ് കോസി നദി. കോസിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് ഈ അരുൺ റിവർ എന്ന് പറയുന്നത്. ഈ നദിയുടെ മേളിൽ ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ്, റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. റൺ ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാൽ വലിയ പ്രോജക്റ്റ് അല്ല, ആ ഒഴുക്കിൽ തന്നെ ഒരു ഹൈഡ്രോ പവർ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാനുള്ള എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇന്ത്യ. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി സപ്ലൈന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ നേപ്പാളിനെ സഹായിക്കാം എന്ന് 1970s തന്നെ ഒരു പവർ എക്സ്ചേഞ്ച് അഗ്രിമെൻറ്റ് ഇവിടെ നിലവിലുണ്ട്. അതേപോലെ ഒരുപാട് വേറെ ഹൈഡ്രോ പവർ പ്രോജക്ട്സ് പോഖ്ര, ത്രിശൂലി, വെസ്റ്റേൺ ഗണ്ഡക് ഇവിടെയൊക്കെ നേപ്പാൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേപ്പാളിന്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഫസ്റ്റ് ക്രോസ് ബോർഡർ പൈപ്പ് ലൈൻ ഫോർ പെട്രോളിയം പ്രോഡക്ട്സ് ഇൻ സൗത്ത് ഏഷ്യ 2019 നേപ്പാളും ഇന്ത്യയും തമ്മിൽ കണക്ട് ചെയ്താണ് ഈ പറയുന്ന ക്രോസ് ബോർഡർ പൈപ്പ് ലൈനും ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇഫ് ദർ ഇസ് എനി അതർ ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അനന്യ? All clear? Okay. Fine then, we'll wind up. Thank you, Ananya. Thank you.